പ്രിയമുള്ള കുട്ടികളെ, നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ സൗകര്യാർത്ഥം നമ്മൾ ഇവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എടുത്തിരിക്കുന്നത് ഒരു പോയിൻ്റ് ചാർജാണ്, ക്യാപിറ്റൽ Q എന്ന ചാർജ്. ആ ചാർജ് കൊണ്ട് നമുക്ക് അറിയാം അതിന് ചുറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിൻറ്റിലും ഓരോ ഫീൽഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒക്കെ മറ്റൊരു ചാർജ് മൂവ് ചെയ്യുന്നതിന് വർക്ക് ചെയ്യേണ്ടതും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിന് പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഒരു ബോഡി ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ചെയ്യപ്പെടുന്ന വർക്ക്, ഇപ്പോൾ H എന്ന ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യപ്പെടുന്ന വർക്ക് mgh ആണ്. അതുപോലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനിടയ്ക്കുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കും. ഈ mgh എന്ന് പറയുന്നത് തന്നെ സർഫസ് മുതൽ എത്ര ഉയരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അത്രയും ഉയരത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസമാണ് ഈ mgh എന്ന് പറയുന്നത്. അതായത് ലെവല് അവിടെ പൊട്ടൻഷ്യൽ എനർജി ലെവല് 0 ആയിട്ട് പരിഗണിക്കുന്നത് ഗ്രൗണ്ടിലാണ് അർത്ഥം. എർത്തിൻ്റെ സെൻറ്ററിനെ അടിസ്ഥാനമാക്കി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതി വെച്ചിട്ടുണ്ട്. മൈനസ് ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ സ്മോൾ r, അല്ലെങ്കിൽ എർത്തിൻ്റെ റേഡിയസിൻ്റെ ടേംസ് പറയുന്നത് ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ h. ആ രീതിയിൽ നമ്മൾ ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി പറയാറുണ്ട് എർത്തിനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ. അപ്പോൾ ഏതൊരു മാസിനെ അടിസ്ഥാനമാക്കി പറയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ലെവലെന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, 0 ലെവൽ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ലെവൽ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് R എന്ന പോയിൻ്റ് മുതൽ P എന്ന പോയിൻ്റ് വരെ ഒരു ടെസ്റ്റ് ചാർജ് Q പ്ലസ് Q എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടെസ്റ്റ് ചാർജാണ്. അതങ്ങനെ ചെറിയ ടെസ്റ്റ് ചാർജ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സാമീപ്യം കൊണ്ട് ഇവിടുത്തെ ചാർജിൻ്റെ വിതരണം മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര ചെറിയൊരു ചാർജായിട്ടാണ് ഈ ടെസ്റ്റ് ചാർജിനെ പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ മാറിപ്പോവും, അല്ലെങ്കിൽ ഫീൽഡ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ ചെറിയ ടെസ്റ്റ് ചാർജ് R മുതൽ P വരെ മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിക്കും. അതിനായിട്ട് ഇടയ്ക്കുള്ള ഒരു പോയിൻ്റ് R എന്ന ഡിസ്റ്റൻസിൽ നമ്മൾ ഈ പോയിൻ്റ് ഇരിക്കുന്നതായിട്ട്, ഈ ചാർജ് ഇരിക്കുന്നതായിട്ട് കണക്കാക്കുകയാണ്. ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ FE വെക്റ്റർ. FE വെക്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ Q ഇൻറ്റു E വെക്റ്ററാണ്. ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആ FE വെക്റ്റർ ആക്ട് ചെയ്യുന്നത്. FE വെക്റ്റർ ഈക്വൽസ് Q ഇൻറ്റു E വെക്റ്റർ. ഇത് റൈറ്റിലേക്ക് ആക്ട് ചെയ്യും. ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചാർജ് ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ഇത് ആക്സിലറേറ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ അത് സംഭവിക്കാതെ ഇങ്ങോട്ട് അതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾ എക്സ്റ്റേണൽ വെക്റ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു FE വെക്റ്റർ. FE വെക്റ്ററിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് ചലിപ്പിക്കാനായിട്ട് ഇതിനേക്കാളും കുറച്ച് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം. ഇപ്പോൾ mgh എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കാനായിട്ട് ഒരു ബോഡിയെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടാണ് ഉയർന്നത്, വിത്തൗട്ട് എനി ആക്സിലറേഷൻ. അപ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഉയർത്തണമെങ്കിൽ അതിൻ്റെ വെയിറ്റായ mgക്ക് ജസ്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അഥവാ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് mg പ്ലസ് 0.00 കോടിക്കണക്കിന് 0 ഇടുക, അവസാനം ഒരു ഡിജിറ്റ് 1 or 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസം ഉള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ അത് വളരെ സ്ലോ ആയിട്ട് മുകളിലേക്ക് പോരും. അപ്പോൾ അങ്ങനെ പോരുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുക, വളരെ കുറച്ച് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഇല്ലാതെ നമുക്ക് ഈ പോയിൻ്റിനിടയ്ക്ക് മൂവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ ചാർജിനെ നമ്മൾ ആക്സിലറേഷൻ ഇല്ലാതെയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കേണ്ടത്. ആക്സിലറേഷൻ ഇല്ലാതെ മൂവ് ചെയ്യിക്കുമ്പോൾ മാത്രമേ ആ പൊസിഷണൽ എനർജി ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ അതിന് കൈനറ്റിക് എനർജി കിട്ടും, ചെയ്യുന്നവർക്ക് വേറെ കാര്യത്തിന് വിനിയോഗിക്കപ്പെടും. സോ വി ഫൈൻഡ് ദ വർക്ക് by applying
an external force Fe external vector just equal and opposite to Fe vector. F external vector equal and opposite to minus F, equal and opposite to Fe vector. That means it is equal to minus Fe vector. ഇതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും വർക്ക്? ഇറ്റ് ഈസ് ഗോൺ ബൈ ഡി ഡബ്ല്യു ഈക്വൽസ് എഫ് എക്സ്റ്റേണൽ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ. ഇതായിരിക്കും സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇത് ചെറിയ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇതാണെങ്കിൽ അത് ഈ രണ്ട് പോയിൻറ്റിനിടയ്ക്കുള്ള ഊർജ്ജത്തിൻ്റെ വ്യത്യാസമാണ്. ഈ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ എഫ് എക്സ്റ്റേണൽ വെക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് കണക്കാക്കാം. അതുപോലെ ഫീൽഡ് വെക്ടറൊക്കെ ഫീൽഡ് ഫോഴ്സിൻ്റെ വെക്ടറും കോൺസ്റ്റൻ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഈ രീതി നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ദിസ് വാല്യൂ വിൽ ബി പോസിറ്റീവ്. അതിന് കാരണം എന്താണ്? ഇവിടെ ഈ വാല്യൂ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ എന്ന് പറയും. ഇതിൽ മൈനസ് ഉണ്ട്, പക്ഷേ ഡി ആർ വെക്റ്റർ ഇങ്ങോട്ടായതുകൊണ്ട് അത് ആറിലുള്ള ഒരു ഡിക്രീസാണ്. ഡിക്രീസ് ആയതുകൊണ്ട് ഡി ആർ എന്ന് പറയുന്ന ഡിക്രീസ് നെഗറ്റീവായിട്ട് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എഴുതുകയാണെങ്കിൽ അതിനകത്തത് നെഗറ്റീവാണ്. അതിനകത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റ് പോസിറ്റീവായിട്ട് വരും. ആക്ച്വലായിട്ട് വർക്ക് ചെയ്യണം എന്നർത്ഥം. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത്രയും ചാർജിന് മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടുത്തെ വർക്കിൻ്റെ വാല്യൂ. സോ വാട്ട് ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് ഫ്രം ആർ ടു പി? It is given by integrating this. That means the work in shifting the charge q from r to p is given by WRP equals integral from r to p of dW. That means integral from r to p of dW means minus of external vector dot dr vector, or it is equal to minus integral from r to p of fe vector dot dr vector. Here this is positive. Minus fe vector dot dr vector. ഇതാണ് വർക്ക് ഡൺ. ഈ വർക്ക് ഡൺ യഥാർത്ഥത്തിൽ എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഓഫ് ദ ചാർജ് ക്യൂ ബിറ്റ്വീൻ ആർ ആൻഡ് പി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് മൈനസ് ദ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യു പി മൈനസ് യു ആർ. സോ വി ഗെറ്റ് the work done in moving the charge from R to B as UP minus UR. That is the potential energy difference between 2 points. In the case of a test charge Q is equal to the difference of UP minus UR, and it is equal to the work done in moving the charge from R to P without any acceleration against the electrostatic force. കാരണം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇതാണ് എഫ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, നേരെ ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. നൗ ഇഫ് ദ പോയിൻ്റ് ആർ ഈസ് അറ്റ് ഇൻഫിനിറ്റി, ദെൻ ദിസ് വാല്യൂ UP minus UR becomes equal to UP, because at infinity the potential energy can be considered to be 0. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ഇതിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അവിടെ ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്യൂ എന്ന ചാർജ് അവിടെ ഇരിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതുകൊണ്ട് UR എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് from infinity to p is given by UP minus 0 equals to UP. So UP is the potential energy of the charge Q at this point P. P എന്ന പോയിന്റിൽ
ചാർജ് ക്യൂവിന് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് W ഇൻഫിനിറ്റി ടു P and it's equal to UP. It is the potential energy of the body. So, potential energy of a charge at any point in an electric field is defined as the work done in bringing the charge from infinity up to the point without any acceleration against the electrostatic force of repulsion. Okay? ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസം അത് ഈ രീതിയിൽ വർക്ക് ഡൺ ആയിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഇനി അത് ഒരു പോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ചാർജിൻ്റെ എമൗണ്ട് സ്പെസിഫിക് ആക്കണം. ഇവിടെ കിട്ടിയ ഈ വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UP - UR എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ചാർജ്. അപ്പോൾ എമൗണ്ട് ഓഫ് ചാർജ് സ്പെസിഫിക് ആകുകയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ തന്നെ ഒരു ഫങ്ഷനായിട്ട് അത് മാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിൻ്റ് ടു ദി അതർ പോയിൻ്റ് വിത്തൗട്ട് എനി ആക്സിലേഷൻ എഗെയിൻസ്റ്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points R and P ഈസ് ഗിവൺ ബൈ Vp minus Vr, where Vp is the potential at the point P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ പോയിന്റ് P. അതാണ് Vp എന്ന് പറയുന്നത്. Vr എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ക്യൂവിൻ്റെ തന്നെ 0 ആണ് നമ്മൾ കണക്കാക്കി. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 ആണ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ. ഇപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ Vp - Vr എന്ന് പറഞ്ഞാൽ R എന്നും P എന്നും പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. ആ ഡിഫറൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോൺ ബൈ WRP. അത് Q എന്ന ചാർജിലാണ്. അപ്പോൾ യൂണിറ്റ് ചാർജിന് ഡിവൈഡഡ് ബൈ Q ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു UP - UR divided by Q. So UP - UR divided by Q is the potential difference between 2 points R and P. ആറിൽ നിന്ന് പിയിലേക്കുള്ള ഡിഫറൻസാണ്. അത് ഈ രീതിയിലാണ് പറയുന്നത്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അത് മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റും. സോ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് ഗോൺ ബൈ ദിസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ദ സെയിം ആസ് WRP ഡിവൈഡഡ് ബൈ Q. ഇവിടെ നമ്മൾ എഴുതി WRP ബൈ Q എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കേസിൽ ഇവിടെ നമ്മൾ പറഞ്ഞ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു -WRP എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തോ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അതേ ഡിസ്പ്ലേസ്മെൻ്റ് കേസിൽ ചെയ്യുന്ന വർക്ക്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻ്റ് P ആണ്. P എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിൻ്റ് വിതൗട്ട് എനി ആക്സിലേഷൻ അഗെയിൻസ്റ്റ് ദ ഫീൽഡ്. ആക്സിലേഷൻ ഉണ്ടെങ്കിൽ ഇത് വേണം കൈനറ്റിക് എനർജിയായിട്ട് കുറച്ച് ഭാഗം മാറും. അത് മാറുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലേഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആക്സിലേഷൻ ഇല്ലാതെ മൂവ് ചെയ്യുമ്പോൾ ചെയ്ത വർക്ക് ആ പോയിന്റിൽ തന്നെ എനർജിയായിട്ട് മാറുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിന്റ്. അതുകൊണ്ട് VR എന്ന് പറയുന്നത് ആ കേസിൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് Vp - 0 ഈക്വൽസ് W ഇൻഫിനിറ്റി ടു P ഓഫ് യൂണിറ്റ് ചാർജിൻ്റെയാണ്. അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഉള്ള എക്സ്പ്രഷൻ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ഈസ് Vp ഈക്വൽസ് W ഇൻഫിനിറ്റി ടു P ആകുമ്പോൾ ഈ WRP ആകുമ്പോൾ ഇങ്ങനെ വന്നു. സോ ഇറ്റ് വിൽ ബി -ഇൻഫിനിറ്റി ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് P എന്ന് പറയുന്ന പോയിൻ്റ്
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് ഇവിടെ 6 എന്ന് കൊടുക്കും. എഫ് ഇ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ. അതിൽ തന്നെ എഫ് ഇ വെക്റ്റർ എന്തായിട്ട് മാറി? യൂണിറ്റ് ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് വേണമെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡായിട്ട് തന്നെ എഴുതാം. സോ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു ആർ ഓഫ് ഇ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് പി. അത് നമുക്ക് വേണമെങ്കിൽ വി എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് വി ഈക്വൽസ് മൈനസ് ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഓഫ് ഇ വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ. ദിസ് ഈസ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ പാത്ത്സ്. ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ഈ ബർഡൺ എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻറ്റ്. ഓക്കെ. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജാണ്. ഇവിടെ ഒ എന്ന ഒറിജിനിൽ ക്യൂ എന്ന ഒരു പോയിൻ്റ് ചാർജ് ഇരിക്കുന്നു. ഈ ചാർജ് കൊണ്ട് ഇതിൽ നിന്ന് ആർ എന്ന ഡിസ്റ്റൻസുള്ള പോയിൻ്റായ പിയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിൻ്റ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റി മുതൽ ഇടം വരെ കൊണ്ടുവരുന്നതിന് ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നു. പി ഡാഷ്. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഡാഷ് ഫ്രം ദ ഒറിജിൻ. അപ്പോൾ ഒ പി ഡാഷ് വെക്ടർ എന്ന് പറയുന്നത് ആർ ഡാഷ് വെക്ടറാണ്. അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കൂളം ചാർജ് ഇരിക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. ദ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ഡാഷ് ക്യാപ്. ദിസ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഹിയർ. കാരണം എന്താണ്? ഇവിടെ ഇൻറ്റു 1 ആവുക. ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ഡാഷ് ക്യാപ്. ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് പി ഡാഷ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആർ ഡാഷ് വെക്ടർ കൊടുത്ത് അതിനെ മൂവ് ചെയ്യിക്കുന്നു ഇങ്ങോട്ട്. അപ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡി ആർ ഡാഷ് വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ ആർ ഡാഷ് ക്യാപ്പിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. എന്തായിരിക്കും ഡി ആർ ഡാഷ് വെക്ടർ? ഡി ആർ ഡാഷ് വെക്ടർ ഈക്വൽസ് ഡി ആർ ഡാഷ് ഇൻറ്റു ആർ ക്യാപ്. ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റുള്ള ഫോഴ്സാണ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് -1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ഡാഷ് ക്യാപ്. ദിസ് ഈസ് ദ external force to be applied to move in the opposite direction. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റുള്ള ഫോഴ്സാണ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഫോർ ദിസ് ഈസ് ഗൺ ബൈ ഡി ഡബ്ല്യു ഈക്വൽസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഡോട്ട് ഡി ആർ ഡാഷ് വെക്ടർ. ദാറ്റ് മീൻസ് -1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ആർ ഡാഷ് ക്യാപ്പ് ഡോട്ട് ദിസ് ഈസ് ഡി ആർ ഡാഷ് ഇൻറ്റു ആർ ഡാഷ് ക്യാപ്പ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ
ഇൻറ്റു ഡി ആർ ഡാഷ് ഇൻറ്റു ആർ ഡാഷ് ക്യാപ്പ് ഡോട്ട് ആർ ഡാഷ് ക്യാപ്പ്. ഇത് വെക്റ്റേഴ്സ് തമ്മിൽ ഒരുമിച്ച് ചേർത്തെഴുതുമ്പോൾ ഇങ്ങനെ. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു യൂണിറ്റ് വെക്റ്റേഴ്സ് അത് 1 ആണ്. സോ വി ഗെറ്റ് ദിസ് ആസ് -1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു ഡി ആർ ഡാഷ്. ഇതാണ് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റിൽ ഈ ഫീൽഡിന് എതിരായിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് യഥാർത്ഥത്തിൽ പോസിറ്റീവാണ്, കാരണം ഇതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ട് എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പോസിറ്റീവാണ്. ഈ നെഗറ്റീവ് സൈൻ ഇവിടെ ഉള്ളത് നള്ളിഫൈ ചെയ്യുന്നത് ഈ ഡി ആർ ഡാഷിൻ്റെ സൈനാണ്. ഡി ആർ ഡാഷ് അതിനകത്ത് നെഗറ്റീവാണ്. അതിൻ്റെ കാരണം എന്താണ്, ഈ ആർ ഡാഷ് വെക്റ്റർ വലുതാണ്, ആർ ഡാഷ് പ്ലസ് ഡി ആർ ഡാഷ് വെക്റ്റർ ചെറുതാണ്. എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് വെക്റ്റർ പ്ലസ് ഡി ആർ ഡാഷ് വെക്റ്റർ it is less than r dash vector. ഇത് ചെറുതാകാൻ കാരണം ഈ ചേഞ്ച് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നെഗറ്റീവാണ്. സോ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അതുകൊണ്ട് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയാണ്. ഇനി ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ യൂണിറ്റ് പോസിറ്റീവ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദിസ് പോയിന്റ് P ഈസ് ഗോൺ ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ വിത്ത് ലിമിറ്റ്സ് from infinity to r. So the total amount of work done is given by W equals integral from infinity to r of -1/4πε0 into q by r dash square into dr dash. അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. This is equal to -1/4πε0 into q is a constant, so it can be taken outside the integral sign. So this into 1/r dash square into dr dash. So this is equal to -1/4πε0 into q into ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, വി ഗെറ്റ് അതിൻ്റെ ഫോം മാറ്റി ആദ്യം വേണേൽ എഴുതാം. ദാറ്റ് ഈസ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ ഓഫ് ആർ ഡാഷ് റേസ് ടു -2 ഇൻറ്റു ഡി ആർ ഡാഷ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു q ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും ആർ ഡാഷ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ -1. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കാം, ഇൻഫിനിറ്റി ടു ആർ. ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു q ഇൻറ്റു ദിസ് ഈസ് -1/r ഡാഷ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു q ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഈസ് -1/r മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1/∞. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/4πε0 ഇൻറ്റു q ഇൻറ്റു -1/r പ്ലസ് 0. 1/∞ 0 ആണ്. സോ പ്ലസ് 0. ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ r. This is the potential at the point P due to this point charge capital Q. Okay.